നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സിംഫോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പർട്ടിക്കുലർ എൻട്രൻസ് എക്സാംസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്തൊക്കെയാണ് എക്സാംസുകൾ, എന്തൊക്കെ കോഴ്സുകളാണ് ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ സാധിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സിംഫോസിസ് എൻട്രൻസ് എക്സാം ഫോർ ഡിസൈനിങ്, അതായത് സീഡ് എക്സാം വഴിയാണ് സിംഫോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിലെ കോഴ്സുകളിലേക്കും മറ്റ് സിംഫോസിസ് സ്ഥാപനങ്ങളിലെ ഡിസൈനിങ് കോഴ്സുകളിലേക്കും പ്രവേശനം നേടുന്നത്. സീഡ് പരീക്ഷയുടെ പ്രധാന ലക്ഷ്യം ഡിസൈനിങ് മേഖലയിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവരുടെ അഭിരുചികൾ, അവരുടെ സർഗാത്മകത, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എബിലിറ്റി എന്നിവയെല്ലാം വിലയിരുത്തുക എന്നതാണ് ഡിസൈനിങ് പ്രവേശനത്തിനുള്ള നിർബന്ധിതമായ ആദ്യ ഘട്ടം. അതാണ് ഈ ഒരു എക്സാമിലൂടെ വിലയിരുത്തുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും എല്ലാ ന്യൂ അപ്ഡേഷൻസുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാമിന്റെ ഉദ്ദേശവും അതിന്റെ വിലയിരുത്തലും മെയിൻലി വിദ്യാർത്ഥികളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പരീക്ഷ ഒരു വിദ്യാർത്ഥിക്ക് ഡിസൈനിങ് പഠനത്തിൽ വിജയിക്കാൻ ആവശ്യമായ വിവിധ കഴിവുകളാണ് പരിശോധിക്കുന്നത്. അതായത് നിറങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയും ദൃശ്യ നിരീക്ഷണ ശേഷിയും ഉണ്ടോ, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ഡിസൈനിങ് അടിസ്ഥാന തത്വങ്ങളുള്ളവരുടെ അറിവ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജോമെട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വിശകലനാത്മകവും അതുപോലെ വരയ്ക്കാനുള്ള കഴിവുകൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചെക്ക് ചെയ്യും നമ്മളെ. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പ്രോബ്ലം സോൾവിങ് ഒരു എബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാര കരകൗശല പാരമ്പര്യങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു ആശയവിനിമയ ശേഷികൾ എന്തൊക്കെയാണ്, ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീഡ് എക്സാമിലൂടെ ഓരോ വിദ്യാർത്ഥികളുടെയും എബിലിറ്റിയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ ഒരു എക്സാമിന്റെ പ്രധാന പരീക്ഷാ വിവരങ്ങൾ എന്തൊക്കെയാണ് 2026 നമുക്ക് നോക്കാം. അതായത് ഈ ഒരു എക്സാം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഫോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ്, അതായത് ബാച്ചുലർ ഓഫ് ഡിസൈനിങ്, അതുപോലെ മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈനിങ്, ഡിസൈനിങ്, ഈ രണ്ട് പ്രോഗ്രാംസുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഡിസൈനിങ്ങിലും ഡിസൈനിങ്ങിലും ഒരുപാട് കാറ്റഗറീസ് ഇതിനകത്ത് വരുന്നുണ്ട്. പരീക്ഷാ രീതി ഓൺലൈൻ മോഡ് തന്നെയാണ് എക്സാം വരുന്നത്. ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. 2026 ജാനുവരി 11 നമുക്ക് ഇതിന്റെ എക്സാംസ് എല്ലാം വരുന്നത്. ഇതിനുള്ള പ്രവേശന മേഖലകൾ ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ ഫാഷൻ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഏരിയ, ഇവിടെയെല്ലാം നമുക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീഡ് പരീക്ഷ സ്കോറിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല പ്രവേശനം നൽകുന്നത്. അവസാന തെരഞ്ഞെടുപ്പിനായി ഈ ഘട്ടങ്ങളെല്ലാം തന്നെ പരിഗണിക്കും. നമുക്ക് ഏതൊക്കെയാണ് ഈ ഘട്ടങ്ങളെന്ന് നോക്കാം. സീഡ് എൻട്രൻസ് പരീക്ഷയിലെ ഡിസൈനിങ് അഭിരുചി വിലയിരുത്തുന്ന ആദ്യ ഘട്ടം ആണ് നടക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. സീഡ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ തേർഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു പോർട്ട്ഫോളിയോ റിവ്യൂ, അതായത് അവരുടെ എന്തെങ്കിലും ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അവിടെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ അവരുടെ പേഴ്സണൽ ഇൻട്രാക്ഷനും നമ്മൾ നോക്കും. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ്, ഇതിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരാണ് അവരുടെ പോർട്ട്ഫോളിയോ എല്ലാം സമർപ്പിച്ച് തുടർന്ന് പേഴ്സണൽ ഇൻട്രാക്ഷൻ എല്ലാം നടത്തി അതിൽ നിന്നാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ സീഡ് സ്കോർ, പോർട്ട്ഫോളിയോ റിവ്യൂ, ദെൻ അതുപോലെ തന്നെ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള സംയുക്ത പ്രകടനത്തെ നോക്കി അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു അന്തിമമായിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് സീഡ് എക്സാമിന്റെ നിർണ്ണയിക്കുന്നത്. സിംഫോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിലെ നിലവിലെ ഡിസൈനിങ് കോഴ്സിനുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിങ്ങിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ദെൻ ഇതിന്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് സീഡ് പരീക്ഷയുടെ ആകെ ടോട്ടൽ അപേക്ഷാ ഫീസ് 3250 രൂപയാണ്. സീഡ് പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് 2250. അതുപോലെ തന്നെ സിംഫോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് അഡ്മിഷൻ രജിസ്ട്രേഷൻ ഫീസ് ആണ് 1000 രൂപ. അങ്ങനെയാണ് 3250 വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്, ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷ നടപടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സീഡ് 2026 പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ താഴെ പറയുന്ന പ്രൊസീജിയറുകൾ നിങ്ങൾ പാലിച്ചിരിക്കണം.
ഫസ്റ്റ് നിങ്ങൾ സീഡ് പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ദെൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാം. ദെൻ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വിദ്യാഭ്യാസം, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ കൺഫർമേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം, അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള റിക്വയർമെന്റ്സിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിശ്ചിത അപേക്ഷ ഫീസ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ അടയ്ക്കണം. എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം അപേക്ഷാ ഫോം സമർപ്പിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കറക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ സമർപ്പിക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ SSLC കോപ്പി അല്ലെങ്കിൽ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ ജനന സർട്ടിഫിക്കറ്റ്, ദെൻ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുപോലെ ജാതി സർട്ടിഫിക്കറ്റ് അത് ബാധകമാണെങ്കിൽ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ പ്രവേശന പ്രക്രിയ എന്ന് പറഞ്ഞാൽ, സീഡ് പരീക്ഷയുടെ അതായത് അഡ്മിഷൻ ഘടകങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സീഡ് പ്രവേശന പരീക്ഷ 2026 ജനുവരിയിലാണ് നടക്കുന്നത്. ഓൺലൈൻ പരീക്ഷയാണ് വരുന്നത് ഇതിന് മെയിനായിട്ട്. ഇതിന്റെ ഫലം പ്രഖ്യാപനം, സീഡ് പരീക്ഷയുടെ ഫലം അത് കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഈ പോർട്ട്ഫോളിയോയുടെ അവലോകത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇന്ററാക്ഷനും അഭിമുഖത്തിനുമായിട്ട് തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് ഒരു മെറിറ്റ് ലിസ്റ്റ്, പേഴ്സണൽ ഇന്ററാക്ഷൻ റൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ഒരു മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അതുപോലെ ഡിസൈനിങ് കോഴ്സുകളിലെ സീറ്റിന്റെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ എന്താ പറയുക, നമുക്ക് വിവിധ ഡിസൈനിങ് സ്പെഷ്യലൈസേഷനുകളുണ്ട് ഈ ഒരു എക്സാം വഴി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഇന്ത്യയിലുള്ള കുട്ടികൾക്കുള്ള സീറ്റും ഇന്റർനാഷണലുള്ള കുട്ടികൾക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനാണെങ്കിൽ, അതായത് ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ ഡിസൈനിങ്, ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ഇത്തരത്തിലുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് 80 പേർക്കുള്ള വേക്കൻസി ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 92 പേർക്കുള്ള വേക്കൻസീസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, നമുക്കറിയാം പ്രോഡക്റ്റ് ഡിസൈനിങ്, ഇന്റീരിയർ സ്പേസ് ഡിസൈനിങ്, ഇതിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് 45 പേർക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 52 പേർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് 29 ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 33 പേർക്കും വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് 26 ഇന്ത്യൻ സ്റ്റുഡൻസിനും 30 ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുമാണ്. അങ്ങനെ ആകെ 180 സീറ്റ് ഇന്ത്യൻസിനും 207 സീറ്റ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് ഉള്ളത്. ഈ ഒരു എക്സാമിന്, അതായത് ഇനി വരുന്ന ഈ സീഡിന്റെ എക്സാം 2026ന് അപ്ലിക്കേഷൻ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ രജിസ്ട്രേഷൻ അവസാനം എന്ന് പറയുന്നത് നവംബർ 30 വരെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന് അപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ജനുവരി 5 ആയിരിക്കും ഇതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുക. അത് കഴിഞ്ഞ് ജനുവരി 7 കൂടി ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ജനുവരി 11 ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം നടക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ സീഡ് കോഴ്സുകൾക്ക് ഉള്ള രജിസ്ട്രേഷൻ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഡിസൈനിങ് കോഴ്സുകൾക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അത് മിക്കതും ജനുവരിയോട് കൂടിയാണ് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ മൂവിങ് തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-ലോ 360 എന്ന് ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ വെൻഡറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്.